കൂട്ടുകാർക്ക് നമസ്കാരം. ചാരു സർക്കിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറിയ യാത്ര ചെയ്യാം. അത് ഒരു ചെറിയ വ്ളോഗ്. അതിന് എടപ്പള്ളിയിൽ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. ഒരു ചെറിയ വ്ളോഗ്. അത് പോകുന്നത് കുറച്ച് ചെടികളും കുറച്ച് പോട്ട്സുകളും ഒക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നു, ചെടികളൊക്കെ ചെറുതായിട്ടുണ്ട്, എന്നാലും കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് കുറെ പോട്ട്സ് വാങ്ങിക്കണം, അതുപോലെ തന്നെ കുറെ ചെടികൾ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന്റെയൊക്കെ കാഴ്ചകൾ കാണാം. ഇന്ന് ഞാനുണ്ട്, വാവയുണ്ട്, പിന്നെ എന്റെ ചുട്ടനുണ്ട്. വാവ നേരത്തെ എഴുന്നേറ്റോണ്ടാന്ന് തോന്നി, ഇപ്പൊ കിടന്ന് ഉറങ്ങാണ്. വാവനെ എല്ലാവരും പറയും വാവനെ കാണിച്ചു തരണം കാണിച്ചു. ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ഉണർന്നു കഴിയുമ്പോ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പോയാലോ? പോകുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ പരമാവധി വില കുറച്ച് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. ഇതാണ് എന്റെ ഒരു ഉദ്ദേശം. നമുക്ക് എറണാകുളത്തൊക്കെ ഒരുപാട് റേറ്റ് ആണ്. ചട്ടികൾക്കായാലും ചെടികൾക്കായാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ആകുമ്പോ കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ എന്തോരം സാധനം കിട്ടും, പരമാവധി റേറ്റ് കുറച്ച് കിട്ടും എന്നൊക്കെ നോക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നൊന്നും കാണിച്ചു തരാം. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഷിയു ബേബി. ഷിയുന് ബേബിനെ എല്ലാരും ചോദിക്കാറുണ്ട്. സിയു നോക്ക് സിയു. ഇതാണ് ഞങ്ങളുടെ സിയു ബേബി. സിയു ഒന്നിവിടെ ഡാഡിയാണെന്ന്. അമ്മ ഇവിടെ? അമ്മ 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 ഇതാണ് ഷിയു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ഇങ്ങനത്തെ ഒരു കാഴ്ച, നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയൊന്ന് കാണാൻ വേണ്ടി. അപ്പോൾ സിയുവിനെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. പിന്നെ സിറ്റിയിലോട്ടൊക്കെ വന്നപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല. കാരണം പണ്ടൊക്കെ വയൽ ഒഴുകാനായിട്ട് ഇതുമായിട്ട് വരുമ്പോൾ കാണാറുണ്ടായിരുന്നു, അടുത്ത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിയൊന്നും കാണാൻ വഴിയില്ല. അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് നിർത്തിയതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്, മണ്ണൂത്തി മാർക്കറ്റ് റോഡിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നഴ്സറിയുടെ കടകളും പോട്ട്സിൻ്റെ കടകളും നഴ്സറികളും കാണാൻ പറ്റും. ഇതിന് മുന്നായിട്ട് നമ്മൾ ശരിക്കും എറണാകുളത്തു നിന്ന് വരുമ്പോൾ തൃശ്ശൂർ അടുക്കും തോറും നമ്മൾ ഒരുപാട് നഴ്സറികളുണ്ട്, ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ടുള്ള നഴ്സറികളുണ്ട്. ആ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട്. പക്ഷേ മണ്ണൂത്തി മാർക്കറ്റ് റോഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് മുന്നോട്ട്, അതായത് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരുപാട് നഴ്സറികളാണ് അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ശരിക്കും റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് സൈഡിലായിട്ട് നഴ്സറികളും പോട്ട്സിൻ്റെ കടകളും. നമുക്ക് എങ്ങോട്ട് ക്യാമറ തിരിക്കും ശരിക്കും കൺഫ്യൂഷനായി. എവിടേക്ക് ക്യാമറ തിരിക്കും, എവിടെ ഇറങ്ങും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായി. ശരിക്കും വീടുകൾ പോട്ട്സിൻ്റെ കടകളും നഴ്സറികളുമായിട്ട് അവർ മാറ്റിയിരിക്കുക. അടുപ്പിച്ചടുപ്പിച്ച് ഓരോ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അവർ പോട്ട്സിൻ്റെ കടകളും അതുപോലെ നഴ്സറികളുമായിട്ട് ഹോൾസെയിൽ റീറ്റെയിലുമായിട്ട് അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നഴ്സറികൾ നടത്തുന്ന ദൂരേന്ന് വന്നിട്ട് ഒരുപാട് ആളുകളാണ് അവിടുന്ന് ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിറച്ച് വണ്ടികളായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ തീരുമാനിച്ചു ഈ ഒരു കടയിൽ കയറാമെന്ന്. കാരണം മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കൺഫ്യൂഷൻ കൂടി വരിക. ഒരുപാട് കടകളുണ്ട്. പിന്നെ കുറേ മുന്നോട്ട് പോയി, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. എന്നിട്ട് ഈ ഒരു കടയിൽ കയറാമെന്ന് തീരുമാനം. ഇത് കടയുടെ പേര് BRJ പോട്ട്സ് എന്നാണ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പോട്ട്സിന് വലിയ ലോകം തന്നെ കേട്ടോ. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ട്സുകൾ കാണാം. അപ്പോൾ അത് ആദ്യം തന്നെ ഗേറ്റിൻ്റെ അടുത്ത് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കണം. പിന്നെ സാനിറ്റൈസ് ചെയ്യണം. 10 വയസ്സ് താഴെയുള്ള കുട്ടികളായിട്ട് കയറാൻ പാടില്ല. പിന്നെ പോലീസ് ചെക്കിങ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഞായറാഴ്ച കൂടിയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു മതിലിന് അപ്പുറത്തായിട്ട് ഇങ്ങനെ പോട്ട്സിൻ്റെ കടകളാണ്. വീടുകളുടെ ഫ്രണ്ടിലാണ് ഈ കടകളാക്കി മാറ്റിയിരിക്കുന്നത്. ഹോൾസെയിൽ പോട്ട്സിൻ്റെ കടകളാക്കി മാറ്റിയിരിക്കുന്നത്. ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിൽ റേറ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതിപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലായിടത്തും ഹാങ് ചെയ്തിരിക്കുന്ന ഒരു ചട്ടികളാണ്. ഇത് ഹാങ്ങിങ് ആണ്, വെർട്ടിക്കൽ ഹാങ്ങിങ് പോട്ട്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഒരെണ്ണം കണ്ടപ്പോൾ തന്നെ എനിക്ക് വിചാരിച്ചു ഞാൻ വാങ്ങിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ട്സുകളാണ്. ഇത് ഒരുപാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സുകളുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ലോകം തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് തന്നെ കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയാണ്. നമ്മൾ ശരിക്കും അതായത് എറണാകുളത്തോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് ഇവർ വിൽക്കുന്നത്.
ഇവിടെയെന്ന് വെച്ചാൽ ആ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് പിന്നെ ഈ കാണുന്നത് ഇത് യൂട്യൂബിലൊക്കെ തരംഗമായത് 1 രൂപയുടെ ചട്ടി എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് 1 രൂപയുടെ ചട്ടി. അത് ഓർക്കിഡൊക്കെ വെക്കാൻ പറ്റുന്ന ചട്ടിയാണ്. അത് ചെറിയ ഓർക്കിഡ് വെച്ച് വളർത്തിയതിന് ശേഷം മാറ്റി വെക്കണം. ആ ഒരു ചട്ടിയാണത്. നഴ്സറിക്കാരൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കണം കേട്ടോ അത്. പിന്നെ ഇത് 7 രൂപയുടെ 8 രൂപയുടെ 9 രൂപയുടെ 10 രൂപയുടെ ചട്ടികളാണ് ഈ കാണുന്നത്. ഇതൊക്കെ സക്കലം പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ ടേബിളിലൊക്കെ പെബിൾസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ചട്ടികളാണ്. ഈ പോട്ട്സൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കേട്ടോ. പിന്നെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉണ്ട്, കൂടിയ പ്ലാസ്റ്റിക് ഉണ്ട്. റേറ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറവ് തന്നെയാണ്. ഇതൊരു 13 രൂപയുടെ ചട്ടിയാണ്. എനിക്കൊന്ന് നല്ല കട്ടിയും ഉണ്ട്. 13 രൂപയ്ക്ക് അത് നല്ല ലാഭം കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ചട്ടിയുണ്ട്. രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിക്. ഒന്ന് 13 രൂപയാണ്, ഒന്ന് 8 രൂപ 10 രൂപ ആ റേഞ്ച് വരും. അപ്പോൾ പ്ലാസ്റ്റിക് മാറും തോറും റേറ്റിനും വ്യത്യാസം വരും. പിന്നെ നമ്മൾ നല്ലത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ അതനുസരിച്ച് റേറ്റും ഉണ്ടാവും. പിന്നെ എനിക്കൊന്ന് ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് ഭയങ്കര കുറവായിട്ട് ഇത് അതിൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും. സാധാരണ ചട്ടീനേക്കാൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതൊരു 50 രൂപയുടെ ചട്ടിയാണ് കേട്ടോ കാണുന്നത്. 50-55 രൂപയുടെയൊക്കെ ചട്ടികളാണ് കണ്ടത്. അത് എനിക്കൊന്ന് പുറത്തോട്ട്, അതായത് വേറെ നഴ്സറികളിലോട്ടൊക്കെ പുറത്തോട്ട് വരുമ്പോൾ, നല്ല വലിയ കടകളിലോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിന് വിൽക്കും അത്. അപ്പോൾ അത് 55 രൂപയുള്ള ആ ചട്ടിക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഹാങ്ങിങ് ചട്ടികളാണ് ഇതൊക്കെ ഇരിക്കണം. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിപ്പോൾ കൊണ്ടുവച്ച ചട്ടികളാട്ടോ. ഇത് ഇവർ കൊണ്ടുവെക്കും തോറും അത് നഴ്സറിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് നഴ്സറിയിൽ നിന്ന് വന്നിട്ട് ബൾക്കായിട്ട് ചട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം മുതലുള്ളവർ വാങ്ങിക്കാൻ വരുന്നുണ്ടെന്നാണ് ഇവർ പറയണത്. പിന്നെ ഒരു ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നു, ഒരുപാട് കാര്യങ്ങൾ, ചട്ടികളും പറഞ്ഞു തന്നു, ചട്ടിയുടെ റേറ്റ് പറഞ്ഞു തന്നു, പിന്നെ പരമാവധി കുറച്ചും തന്നു. അങ്ങനെ എല്ലാം ഏതൊക്കെ പ്ലാന്റ്സ് വെക്കാൻ പറ്റും, ഇൻഡോർ വെക്കാൻ പറ്റും, പുറത്ത് വെക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു തന്നു. എല്ലാ ഡീറ്റെയിൽസായിട്ട് ഒരു ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു തന്നു. ഈ ചട്ടിക്ക് 80 രൂപ 75 രൂപയാണ്, 75 രൂപ വരും. 80 രൂപയുടെ ഇതിൽ കുറച്ചും കൂടെ പ്ലാസ്റ്റിക് കുറവ്, അതായത് റേറ്റ് പ്ലാസ്റ്റിക്കിന് കട്ടി കുറഞ്ഞതിനാണ് 75 രൂപയ്ക്ക് വരുന്നത്. അപ്പോൾ വലിപ്പമൊക്കെ വരുമ്പോൾ അനുസരിച്ച് റേറ്റ് കുറയും കൂടിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ നഴ്സറിക്കാർ ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് തരുന്ന ചട്ടി കേട്ടോ. ഇത് 9 രൂപ മുതലുണ്ട് സ്റ്റാർട്ടിങ്. ഇതിലും കട്ടി കൂടിയതും കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ ഇത് കട്ടി കൂടുതൽ ഒരു 10 രൂപ 12 രൂപ 16 രൂപ റേഞ്ചിൽ വരും. അങ്ങനത്തെ ചട്ടികളാണ് ഇതൊക്കെ. 9 രൂപ മുതൽ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്കൊരു അതായത് നല്ല ഈ ഒരു ടൈപ്പ് ചട്ടികളിൽ ഉള്ളിൽ വെക്കാം, അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന ചട്ടികളാട്ടോ അതൊക്കെ. കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ചട്ടികൾ. അപ്പോൾ ഇത് നല്ലൊരു ചട്ടിയാണ്. ഇത് 120 രൂപ ആ റേഞ്ച് വരും. പിന്നെ ഇത് 80 രൂപയുള്ളൂ. ഇത് നല്ല പ്ലാസ്റ്റിക്കാണ്, നല്ല കട്ടിയുണ്ട്. ഇത് ടർട്ടിൽ വൈൻ, പിന്നെ ഓർക്കിഡ് ഒക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഇതിന് ചെയിനാട്ടോ ഹാങ്ങിങ് ചെയ്യാൻ. പിന്നെ അതിനോട് ടോയിൻ പോലത്തെ ഉണ്ട്, ഒരുപാട് കയറ് പോലത്തെ ടൈപ്പ് ഒരുപാടുണ്ട്. അത് തന്നെ ഹാങ്ങിങ് ടൈപ്പ് തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചട്ടികളുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ, അതെനിക്ക് വേണം. പിന്നെ കുഞ്ഞു ചട്ടികളുണ്ട് ടേബിളിൽ വെക്കാൻ പറ്റും. ഇതൊക്കെ എനിക്കൊന്നു 12 രൂപ 10 രൂപ 7 രൂപ 16 രൂപ അങ്ങനെയൊക്കെ വരുന്ന ചട്ടികളുണ്ട്. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് കാണിച്ച് പറയാൻ പറ്റില്ല, കാരണം ഒരുപാടുണ്ട് പറയാനുണ്ടെങ്കിൽ. ഒരു 7 രൂപ 8 രൂപ 16 രൂപ 23 രൂപ ഒക്കെ റേഞ്ച് വരും. ഈ ഒരു ചട്ടിക്ക് 35 രൂപ 36 രൂപ ഒക്കെ റേഞ്ച് വരുന്നു. പല പല സൈസിന് വ്യത്യാസം വരുന്നതനുസരിച്ച് റേറ്റും കൂടുതലാണ്, കുറവൊക്കെ വരും. അപ്പോൾ ഇതിനുള്ളിൽ ഇതുപോലെ ഇന്നർ ചട്ടി വെച്ചിട്ട് നമുക്ക് വയ്ക്കാം. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ചട്ടി അതൊക്കെ. പിന്നെ അല്ലാതെയും വെക്കാം കേട്ടോ, അതിൽ മണ്ണിട്ട് തന്നെ വെക്കാം, ഇന്നർ ചട്ടി വെക്കണമെന്നില്ല. പിന്നെ സെൽഫ് വാട്ടറിങ് ചട്ടിയാണ് ഇത് സെൽഫ് വാട്ടറിങ് പോട്ട്സാണ്. അതിൽ ശരിക്കും ഇത് ഊരിയെടുക്കാം, അത് അതിനോട് ചേർത്ത് വെക്കാം കേട്ടോ, അത് ഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് 36 രൂപ അങ്ങോട്ട് വരും. 36 രൂപ വരും ഒരു ടൈപ്പ് ചട്ടികൾക്ക്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ, കളർഫുള്ളായിട്ടുള്ള റെഡ്, ഗ്രീന്, യെല്ലോ, വൈറ്റ്. എനിക്ക് കൂടുതലും വൈറ്റും യെല്ലോ കേട്ടോ ഇഷ്ടപ്പെട്ടത് ചട്ടികൾ. പിന്നെ അകത്ത് വെക്കുന്ന ചട്ടികൾ ഇതുപോലെ ഇതിനുള്ളിൽ ഇറക്കി വെക്കാം. അപ്പോൾ ആ ഉള്ളിൽ ഇറക്കി വെക്കാൻ ആ ചട്ടി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തരും കേട്ടോ. പിന്നെ ഇത് ട്രേകൾ, ചെറുതും വലുതായിട്ട് ഒരുപാട് ട്രേകളുണ്ട്.
അത് അകത്തൊക്കെ വെക്കുന്ന ചട്ടികൾ വെക്കാൻ വേണ്ടി ട്രേകളുണ്ട്. ഇത് സെൽ വാട്ടറിങ് ഇതുപോലെ സ്റ്റാൻഡുകൾ, ഈ ചട്ടിക്കുള്ളിൽ സ്റ്റാൻഡ് വെക്കാം, ആ ടൈപ്പ് പോട്ട്സുകളുണ്ട്. ഇതും കളർ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് കളറൊക്കെ എന്ന് വെച്ചാൽ നല്ല കളറുകൾ, ബ്രൈറ്റ് കളേഴ്സാണെല്ലാം. പിന്നെ ഇതേ ഈ ഒരു ടൈപ്പ്, ഇത് എനിക്കൊന്ന് 12 രൂപ 16 രൂപ റേഞ്ച് വരുന്ന ചട്ടികളൊക്കെ ഇതൊക്കെ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ തൂക്കിയിട്ടിട്ട് ടർട്ടിൽ വൈൻ പോലത്തെ അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ്സൊക്കെ വെക്കാൻ പറ്റുന്ന ചട്ടികളായിട്ട് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗി, ടേബിളിൽ വെക്കുന്ന ചട്ടികൾ. ഈ ഒരു ചട്ടി എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ പ്ലാസ്റ്റിക്കിന് അത്ര ഇതില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ളിൽ ചട്ടി വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നേരെ വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, അകത്ത് വെക്കാൻ പറ്റുന്ന ചട്ടിയാണിത്. പിന്നെ ഇതൊക്കെ കുറഞ്ഞ റേറ്റിൻ്റെ ചട്ടികളാണ്, അതായത് 10 രൂപ 16 രൂപ റേഞ്ച് വരുന്നത്. ഇതൊക്കെ കളർഫുള്ളായിട്ടുള്ള ഭയങ്കര ബ്രൈറ്റ് കളേഴ്സുള്ള ഹാങ്ങിങ് ചട്ടികളാണ് കേട്ടോ. അതൊക്കെ ഇരിക്കുന്നതൊക്കെ നല്ല പല ക്വാളിറ്റിയിൽ, പല പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലുള്ള ചട്ടികൾ, പല റേറ്റിലുള്ള ചട്ടികളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചട്ടികളാട്ടോ. കുറച്ച് ഹാങ്ങിങ് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന ചട്ടികൾ, ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോട്ട്സൊക്കെ വാങ്ങിച്ചു. ഇന്ന് നമുക്ക് നേഴ്സറിയിലോട്ട് പോകാം. നേഴ്സറി എന്ന് പറയുന്നത് മണ്ണുത്തി മാർക്കറ്റ് റോഡ് മുതൽ അകത്തോട്ട് ഒരുപാട് നേഴ്സറികളുണ്ട്. ഈ കാണുന്നത് ഒരു പാടം കേട്ടോ. ഇത് ബൊഗേമില്ല, മുല്ല, അത് ഫ്ലവറിങ് പ്ലാന്റ്സ്, അരളിയൊക്കെ ബൾക്കായിട്ട്, അതായത് പാടത്ത് നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് ഈ ദൂരെയുള്ള നേഴ്സറികളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അവർ വണ്ടിയും കൊണ്ട് വന്ന് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അവിടുന്ന്. അപ്പോൾ അതുപോലെ ഒരുപാട് നഴ്സറികളുണ്ട്, വീടുകളൊക്കെ നഴ്സറികളൊക്കെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് മാത്രം, ഔട്ട്ഡോർ പ്ലാന്റ്സ് മാത്രം വിൽക്കുന്നത്, ചട്ടികൾ ഒരുമിച്ച് വിൽക്കുന്ന, പെബിൾസ് ഒരുമിച്ച് വിൽക്കുന്ന കടകൾ, ഇതൊക്കെയുള്ള നഴ്സറികളുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് മാത്രം വിൽക്കുന്ന കടകളാണ് ഈ ഒരു നഴ്സറി, അതിൻ്റെയാണ്. ഒരുപാടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ്, വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉള്ള ഒരു സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള നഴ്സറികളും ഉണ്ട്, സാധാരണ എല്ലാ ചെടികളും കിട്ടുന്ന നഴ്സറികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി കയറുക. കാരണം ഇപ്പോൾ ഈ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉച്ച കഴിയുമ്പോഴത്തേനും നഴ്സറികളൊക്കെ അടച്ചു തുടങ്ങും. വലിയ തിരക്കുകളൊക്കെ ഉച്ച കഴിയുമ്പോൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റോക്കുകളും കുറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ വന്ന സമയത്ത് പോട്ട്സൊക്കെ എടുക്കാൻ പോയതുകൊണ്ട് ചെടികളുടെ ലോകത്തോട്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല, മാസ്ക് വേണം, സാനിറ്റൈസ് ചെയ്യണം, എല്ലാം നിർബന്ധമാണ്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കണം. അതുപോലെ ഒരുപാട് പേര് നഴ്സറിക്കുള്ളിലോട്ട് കയറ്റുന്നുമില്ല, കുറച്ച് ആളുകളെ കയറ്റുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ചെന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, മിനിച്ചറായിട്ടൊരു ആന്തൂറി കേട്ടോ ഇത്, അങ്ങനെ ചെറുതായിട്ടേ നിൽക്കുള്ളത്. പിന്നെ ഇത് വാട്ടർ ലില്ലി. പിന്നെ ഓരോരോ നഴ്സറിയിൽ കയറുന്ന എനിക്ക് പേരുകൾ കാണിക്കാൻ പറ്റിയില്ല, അതിൻ്റെ വിലയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ഷൂട്ട് ചെയ്യുന്ന ഞാനാണെങ്കിൽ കുറച്ച് ഷൂട്ട് ചെയ്യുന്ന ഈ ചുട്ടനായിരിക്കും. കാരണം വാവേനെ കാറിലിരുത്തിയിട്ട് വേണം മാറി ഇരിക്കാൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇരിക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പരമാവധി ഷൂട്ട് ചെയ്തു. അത്യാവശ്യം കുറച്ച് ചെടികൾ വാങ്ങിച്ചു. കണ്ട ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ലോഗോ കേട്ടോ ഇത് നല്ല ഭംഗിയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം റേറ്റ് കുറവുമാണ് കേട്ടോ, ഹോൾസെയിൽ റേറ്റിന് നമുക്ക് തരുന്നുണ്ട്. കണ്ടില്ലേ, സക്കലം പ്ലാന്റ്സ് ഒരുപാടുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള. ഇത് മാത്രം വിൽക്കുന്ന നഴ്സറികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ കടകളിലും നമ്മൾ കയറി നോക്കി എടുക്കണം. രാവിലെ വന്നാൽ വൈകുന്നേരമേ പോകാൻ പറ്റുള്ളൂ, അതുപോലെ ഉണ്ട് കാണാനും വാങ്ങിക്കാനും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ രാവിലെ വരിക, വൈകുന്നേരം പോവുക, കുറേ സാധനങ്ങൾ വാങ്ങിക്കാം, ഹോൾസെയിൽ റേറ്റിന് കിട്ടും. പിന്നെ സെറാമിക് പോട്ട്സും വിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അത് മാത്രമായിട്ട് വിൽക്കുന്ന കടകളും ഉണ്ട്. ശരിക്കും ഞായറാഴ്ചയാണ് കുറേയൊക്കെ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ പ്ലാന്റ്സ് വിൽക്കുന്ന കടയിലും നമുക്ക് സെറാമിക് പോട്ട്സ് കിട്ടും, പെബിൾസ് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ എനിക്കൊന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിറച്ച് നഴ്സറികളാണ്. നമുക്ക് നോക്കി പോകാം, കയറി ഓരോന്ന് കണ്ടും വാങ്ങിച്ചും ഒക്കെ പോകാൻ പറ്റുന്ന നഴ്സറികളാണ്. ഷൂട്ട് ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ല, ഫോട്ടോസ് എടുക്കാം, നമുക്ക് എല്ലാം പറഞ്ഞു തരും. അവർ എങ്ങനെ വളർത്തണം, എന്ത് കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നു. എവിടെ വെക്കണം ചെടികൾ എന്നൊക്കെ, പോട്ട്സ് ഏത് തരം വെക്കാം, ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ്സ് വെക്കുന്ന ഏത് പോട്ട്സാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റും, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും ഷൂട്ട് ചെയ്യാനും പറ്റും. അവർ അതിനൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് കേട്ടോ. നല്ല കാറ്റുമാണ് അവിടെ നിൽക്കുമ്പോൾ, നിറച്ച് ചെടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റും. മഴ വരാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ട് കയറണമെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഞാൻ 2 ചട്ടി പ്ലാന്റ്, അപ്പോൾ 1 ചട്ടി 2 ചട്ടി ഓരോ സ്ഥലത്തു നിന്നും ഓരോന്നൊക്കെ വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വാട്ടർ ലില്ലി ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മജന്ത, നല്ല ഭംഗിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം എല്ലായിടത്തുനിന്നും വാങ്ങിച്ചത് അപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഓരോന്ന് എടുത്ത് വേഗം തന്നെ ഡിക്കിലോട്ടാക്കി കയറാനുള്ള ഒരു തിരക്കായിരുന്നു. എത്രയും വേഗം കഴിഞ്ഞിറങ്ങണം എന്നായിരുന്നു ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. ശരിക്കും എന്താ പറയുക, ഓരോ സ്ഥലത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ കൺഫ്യൂഷനാവും. പിന്നെ ഇത് ഈ പെബിൾസാണ്. പെബിൾസ് എന്ന് പറയുന്നത് 40 രൂപയാണ് കിലോയ്ക്ക്. അപ്പോൾ 1 കിലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെബിൾസ്. അപ്പോൾ അത് ചാക്ക് കണക്കിന് വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വളങ്ങൾ ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി ചെടി, അതുപോലെ ചെറിയ ചെടികൾ, പ്ലാന്റ്സുകൾ വിൽക്കുന്ന കടകളും ഉണ്ട്, നഴ്സറികളും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മഴച്ചാറ്റൽ തുടങ്ങി. അപ്പോൾ സന്ധ്യ ആവുന്നുണ്ട്. അപ്പോൾ ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചു. പക്ഷെ മഴയൊക്കെ തുടങ്ങി. എന്തായാലും പ്ലാന്റ്സും പോട്ട്സുമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇതേ കണ്ടില്ല, മഴ കോടി ശക്തമായി വരികയാണ് മഴ. അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ പോട്ട്സ് ഇതേ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പോട്ട്സുകൾ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പോട്ട്സ്. പിന്നെ അത്യാവശ്യം നല്ല വിലക്കുറവാണ്. പോകുകയാണെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വരാമെന്നുള്ള ഒരു രീതിയിൽ പോവുക. ഒരുപാട് പോട്ട്സുകൾ ഒരുമിച്ച് വാങ്ങിക്കുക, അതുപോലെ പ്ലാന്റ്സ് ഒരുമിച്ച് വാങ്ങിക്കുക. ഇതൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നല്ല വിലക്കുറച്ച് കിട്ടും. അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു, ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. ഇതാണ് വെർട്ടിക്കൽ ഹാങ്ങിങ് പോട്ട്. അത് ഒരു വലിയ ചട്ടിയിൽ നിന്ന് ചെറിയ ചെറിയ ചട്ടികൾ ഹാങ് ചെയ്തിരിക്കുകയാണ്, അതൊരു വെർട്ടിക്കലായിട്ട്. അപ്പോൾ ചെടി വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ അത്. അപ്പോൾ ഇത് പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ വാങ്ങിച്ചത്. ഇത് എന്താ പറയുക, കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, ചെടികളുടെ ലോകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ചെടികൾ ഇഷ്ടപ്പെടുന്നവർ പോയി വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കാം. ചെടികളുള്ളവർ നന്നായിട്ട് കെയർ ചെയ്യുക. പച്ചക്കറികൾ നടാൻ പറ്റുന്നെങ്കിൽ പച്ചക്കറികൾ നടുക, ചെടികൾ വെക്കുക, ക്രാഫ്റ്റ് ചെയ്യുക, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓളം ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.